ഹായ് എവരിവൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ. ഞാനിടുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയിൽ ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. അതിന് ഇൻ്റർവ്യൂ മാത്രം മതി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ ജോലി നേടാൻ അവസരം. ജോലി വിജ്ഞാപനം. കേരള കാർഷിക സർവകലാശാല, കൊച്ചി സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാല റിക്രൂട്ട്മെൻറ്റ് 2024. യോഗ്യതയുള്ളവർക്ക് ഓഗസ്റ്റ് 14 രാവിലെ 10 മണിക്ക് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇൻ്റർവ്യൂ മുഖേനയാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. തസ്തികയുടെ പേരാണ് റിസർച്ച് അസിസ്റ്റൻ്റ്. താൽക്കാലികമാണ്. പ്രതിമാസ ശമ്പളം 25,000 ആണ് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം. ഈ ജോബിലേക്ക് പ്രവേശിക്കാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. RS ആൻഡ് GIS, ഫോറസ്ട്രി, പരിസ്ഥിതി ശാസ്ത്രം, ഭൂഗർഭശാസ്ത്രം, കാലാവസ്ഥാ മാറ്റം എന്നിവയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് പറയുന്നത്. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇൻ്റർവ്യൂ മുഖേന ഈ ജോലിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. കൂടുതൽ ആവശ്യകതകൾ: മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യം. 2. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിൽ പ്രാവീണ്യം. 3. ജനനത്തിൽ 1/1/2024 ശേഷം ആയിരിക്കണം. 4. RS ആൻഡ് GIS പ്രൊജക്റ്റുകളിൽ പ്രവർത്തന പരിചയം ഉള്ളവർക്ക് മുൻഗണന. 5. ഏതെങ്കിലും അധിക യോഗ്യതകൾ ഉണ്ടെങ്കിൽ അത്. പ്രായപരിധിയാണ് നെക്സ്റ്റ് പറയുന്നത്. 1/1/2024 ശേഷം ജനിച്ചവർ ആയിരിക്കണം പറയുന്നുണ്ട്. പരമാവധി 40 വയസ്സ് വരെ. ഈ ക്വാളിഫിക്കേഷനും 40 വയസ്സ് വരെ ഉള്ളവർക്കും ഇൻ്റർവ്യൂ മുഖേന ജോബിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. നെക്സ്റ്റ് നിബന്ധനകളാണ് പറയുന്നത്. 1. നിയമനം പ്രൊജക്റ്റിൻ്റെ കാലാവധി തീരുന്നത് വരെ ആയിരിക്കും. 2. തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സർവകലാശാലയിൽ ഭാവിയിലെ നിയമനത്തിൽ അവകാശവാദം ഉണ്ടാകില്ല. 3. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിനായി TA/DA നൽകില്ല. 4. തെരഞ്ഞെടുപ്പ് സമിതിയുടെ തീരുമാനമാണ് അന്തിമവും നിർബന്ധമുള്ളത്. 5. സ്ഥാനാർത്ഥി യാതൊരു വിധത്തിലുള്ള അയോഗ്യതയും കാണിക്കുകയാണെങ്കിൽ അയോഗ്യത വരുത്തപ്പെടും. അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷകൾ നിർദ്ദിഷ്ട ഫോർമാറ്റിൽ തയ്യാറാക്കുകയും നിർദ്ദിഷ്ട സമയപരിധിക്ക് മുമ്പ് നിയുക്ത ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കുകയും വേണം. അപേക്ഷാ ഫോമിനൊപ്പം ഉദ്യോഗാർത്ഥികൾ അവരുടെ യോഗ്യതയുടെ തെളിവിനായി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.